ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡാഫോഡിൽസ് എ ഗാർഡൻ ഫോർ എവറിത്തിങ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാൻ അടുത്ത് വെക്കണമെന്നില്ല, നീങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന എൻ്റെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്, ഇതൊരു ന്യൂസ് പേപ്പർ ആർട്ടാണ്. ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവിടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതിനുശേഷം എന്താ വേണ്ടേ, മറന്നുപോയി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ആർട്ട് ചെയ്യാൻ ആവശ്യമുള്ള സാധന സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ കുറച്ചധികം ന്യൂസ് പേപ്പർ കട്ടിങ്സ് വേണം, പിന്നെ ഒരു പശ, പിന്നെ കുറച്ച് വെള്ളം. ഞാനിവിടെ പശയും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മെഴുകുതിരി, ഒരു ലൈറ്റർ. അപ്പോൾ എൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ചെറിയ ചെറിയ പീസുകളായിട്ട് പിച്ച് കീറിയെടുക്കണം. നമ്മളൊരിക്കലും കത്രികയൊന്നും യൂസ് ചെയ്യരുത്, അതായത് ഒരു പെർഫെക്ഷൻ പാടില്ല, അതായത് ഒരു ഷേപ്പ്ലെസ് ആയിട്ട് വേണം നമുക്കിത് കിട്ടാൻ. അപ്പോൾ നമ്മളങ്ങനെ പിച്ച് കീറിയെടുത്ത പേപ്പർ കഷ്ണങ്ങൾ നമ്മൾ തിരിയിൽ വെച്ചിട്ട് അതിൻ്റെ അരികൊന്ന് കത്തിച്ച് ഒരു ബ്ലാക്ക് ബ്രൗണിഷ് കളറൊക്കെ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി നൽകുന്നത്, നമ്മുടെ ബോട്ടിലിൻ്റെ ഭംഗി കൊടുക്കുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി എൻ്റെ ശ്രദ്ധ പോയി, ഇവിടെ ഒരു മയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. സോ പറയാൻ വന്ന കാര്യമൊക്കെ മറന്നുപോയി, മയിൽ കരണയിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. ഓക്കെ ദെൻ. അപ്പോൾ നമ്മൾ പേപ്പർ പിച്ചിട്ടിരുന്നു, അതിൻ്റെ അരികൊക്കെ തീയിൽ വെച്ച് കത്തിച്ച് ഒരു ബ്ലാക്ക് ബ്രൗൺ കളറാക്കി എടുക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഞാൻ ആ പരിപാടികൾ മൊത്തം ഒന്ന് ചെയ്തിട്ട് വരാം. പിന്നെ തീയിലാണ് കളിക്കുന്നത്, സൂക്ഷിക്കുക, കൈ പൊള്ളും. എനിക്ക് പറ്റിയതാണ്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനിനിപ്പോൾ എല്ലാം ചെയ്തിട്ട് വരാം. അപ്പോൾ ഡിയേഴ്സ്, ഇതാ ഞാൻ എല്ലാ പേപ്പർ കട്ടിങ്സും തീയിൽ വെച്ച് ഒന്ന് അരികെ കരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ പേപ്പറുകളെല്ലാം നമ്മുടെ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പശയും വാട്ടറും കൂടെ ഉള്ള ആ ഒരു മിക്സ്ചർ അതിൽ തേച്ചിട്ട് ഈ പേപ്പറുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ പേപ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം ന്യൂസുള്ള പേപ്പർ എടുക്കുക. എൻ്റെ കഷ്ടക്കാലത്ത് ഞാൻ മനോരമയാണ് എടുത്തത്. മനോരമ മൊത്തം പരസ്യമായിപ്പോയി, അതുകൊണ്ട് അധികം ന്യൂസൊന്നും അതിലുണ്ടായില്ല. പിന്നെ അവസാനം എനിക്കൊരു പഴയ ഹിന്ദി പേപ്പർ വീട്ടിൻ്റെ അവിടെ എവിടെയോ കിടന്ന് കിട്ടി. പിന്നെ അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ലെയറൊക്കെ ഒട്ടിച്ചിട്ട് ഏറ്റവും മേലത്തെ ലെയറിൽ ഞാൻ ആ ഹിന്ദി പേപ്പറിൻ്റെ പീസസ് ആണ് ഒട്ടിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ന്യൂസുള്ള പോർഷൻ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് ലെയർ ചെയ്യരുത്, കാരണം ഉണങ്ങാൻ നല്ല പാടായിരിക്കും. നമ്മൾ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടല്ലേ വരുന്നേ, അപ്പോൾ അത് ഉണങ്ങി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് ലെയർ ചെയ്യാണ്ട് നമ്മൾ ഫുൾ ബോട്ടിൽ കവർ ചെയ്യാൻ പാകത്തിന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒന്ന് ഫുൾ ഒട്ടിച്ച് ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ബോട്ടിൽ ഞാനത് ഫുൾ ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ലുക്കായിട്ടില്ലേ. അതുപോലെ ഞാൻ ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഞാൻ ചെയ്തിട്ടില്ല, അറിയാലോ, നമ്മൾ ബോട്ടിൽ താഴെ വയ്ക്കാനുള്ള ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ മാത്രം ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ബ്ലാക്ക് ബ്രൗൺ കളർ കാണാത്ത ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പെയിൻറ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നല്ലത് ഒന്ന് തീയിൽ കത്തിച്ചെടുക്കുന്നത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.